പ്രിയപ്പെട്ടവരെ നമസ്കാരം. ചുങ്കത്ര MPM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ സബ് ജില്ലാ കലോത്സവം വളരെ മനോഹരമായി പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയൊരു കലോത്സവമാണ് നിലമ്പൂർ സബ് ജില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും വലിയ സബ് ജില്ലയിൽ നടക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഒത്തുചേരുന്ന ഒരു വലിയ ഇടമായി ഇവിടെ MPM ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കലോത്സവ നഗരിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി വർണ്ണ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കലോത്സവം ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചുങ്കത്ര MPM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും സംഘാടകരുമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഇത് സജി സാറാണ്, ജനറൽ കൺവീനറാണ്. കലോത്സവത്തിന്റെ ജനറൽ കൺവീനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ഒരുപക്ഷെ നമ്മൾ കരുതുന്നതിന്റെ എത്രയോ അപ്പുറത്തുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ചാനലിന് വേണ്ടി ഒരു അഭിമുഖം നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ടീമും എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് അവരോട് വിവരങ്ങൾ ചോദിച്ചറിയാം. വളരെ മനോഹരമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ശ്രദ്ധേയമായ ഒരു കലോത്സവമാണ്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കലോത്സവമാണ് നിലമ്പൂർ സബ് ജില്ലാ കലോത്സവം. അതിന് ചുക്കാൻ പിടിക്കുന്ന ആളാണ് താങ്കൾ. എങ്ങനെയാണ് കലോത്സവത്തെ നോക്കിക്കാണുന്നത്? എന്തെല്ലാം ഒരുക്കങ്ങളായിരുന്നു നടത്തിയിരുന്നത്? എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? സത്യത്തിൽ വളരെ ആശങ്കയോടായിരുന്നു. എങ്ങനെ നടത്താൻ കഴിയുന്നതല്ല. ഒന്ന് സാമ്പത്തിക പ്രശ്നം, അല്ലാതൊക്കെ സംഘാടനം ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് രാവിലെ കൃത്യസമയത്ത് തന്നെ നമ്മൾ 10 മണിക്കാണ് ഘോഷയാത്ര ഉദ്ദേശിച്ചത്. 10:07 ഘോഷയാത്ര നടത്തി. അത്യാവശ്യം പൊതുജനങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികളെ നമ്മൾ ചുരുക്കി, കാരണം ട്രാഫിക് ബ്ലോക്ക്. അല്ലാതെ 10:30 നമ്മൾ പൊതുസമ്മേളനം തുടങ്ങി. നല്ലൊരു ആവേശകരമാണ്. സാധാരണ ഇതിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ഒരു വൈകൽ ഉണ്ടാകാറുള്ളത്. കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വൈകുമ്പോഴുണ്ടാവുന്ന പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഘോഷയാത്ര തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഒന്ന് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ടീം അംഗങ്ങളൊക്കെ കൂടെ ഉണ്ട്. പ്രസിഡന്റാണ്, പുള്ളി 24 മണിക്കൂർ നമ്മുടെ റെനിസാർ ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ ഫുൾ ടൈം അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെയൊക്കെ, കാരണം പ്രിൻസിപ്പളിന് അറിയാം, സ്റ്റാഫില്ല. പക്ഷെ ഒരു ലയനം നടന്ന സ്കൂൾ പോലെ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ പൊതുജനങ്ങളുടെ പങ്കാളിത്തം അത് ഒരിക്കലും മറക്കാം. നമ്മുടെ ക്യാമ്പസിനെ സംബന്ധിച്ച് അവിടെ വലിയ വിശാലമായ ഒരു ക്യാമ്പസാണ്. അപ്പൊ നമുക്ക് എത്ര ആളുകൾ വന്നാലും അവരെ ഉൾക്കൊള്ളാൻ പാകത്തിൽ ക്യാമ്പസ് സെറ്റാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിനുള്ള ഭൗതിക സാഹചര്യം, ഇനി എത്തിപ്പെടാനുള്ള ഒരു സൗകര്യം, ഊട്ടി കാലിക്കറ്റ് റോഡിലുള്ള അത് വളരെ ഏത് മേഖലയിലുള്ള ആളുകൾക്കാണെങ്കിൽ എത്തിപ്പെടുന്നതിനൊരു പ്രയാസമില്ല. അതാണ് ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഭക്ഷണം എങ്ങനെയാണ്? അതേപോലെ തന്നെ കുടിവെള്ള സംവിധാനങ്ങൾ, മറ്റ് ഡിസിപ്ലിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വാഹന ക്രമീകരണം, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മള് വാഹനം അധികം പാർക്കിംഗ് സൗകര്യം കൊടുത്താൽ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മർത്തോമ കോളേജിൽ അടുത്തുള്ള മർത്തോമ സ്കൂളിന്റെ സ്ഥലം പാർക്കിങ്ങിനായി കൊടുത്തു. അപ്പൊ നേരത്തെ AEO കൊണ്ട് അതൊരു നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് വണ്ടികളെല്ലാം കുട്ടികളെ ഇവിടെ ഇറക്കി അവിടെ പോയി. അത് കാരണം പിന്നെ സംഘാടകർക്ക് നമ്മള് ഒരു വെഹിക്കിൾ പാസ് കൊടുക്കുന്നു. പ്രോഗ്രാം കമ്മിറ്റിക്ക് 5 കാർ, ഫുഡ് കമ്മിറ്റിക്ക് 5, അല്ലെങ്കിൽ അവരാവധി കാർ ഉപേക്ഷിക്കണം, ബൈക്ക് വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അവർ സഹകരിക്കുന്നു. തീർച്ചയായിട്ടും 1-ാം ദിവസം ആഹ്ലാദകരമായി, വളരെ ഞങ്ങൾ അത് പറയുകയായിരുന്നു. വളരെ കൃത്യതയോടുകൂടി പരിപാടികൾ തുടങ്ങാൻ പറ്റുക എന്നുള്ളതാണ് കലോത്സവത്തിലെ ഏറ്റവും അട്രാക്റ്റീവായ ഒരു കാര്യം. ഒരുപക്ഷെ സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തീകരിക്കുക, മത്സരങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാത്ത വിധത്തിൽ എല്ലാ സ്റ്റേജുകളിലും അത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ ഈ സംഘാടക സമിതിക്ക് സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങളുടെ വിശാലമായ ക്യാമ്പസും നിങ്ങളുടെ സംഘാടകരും അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ വളരെ സജീവമായി ഇതിലുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ പ്രേക്ഷകർ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അതെ. എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഇത്രയും വലിയ ഒരു പ്രോഗ്രാം ഏറ്റെടുക്കുമ്പോൾ ഈ പൊതുജനങ്ങളെയും നാട്ടുകാരെയും മറ്റു സ്കൂളിലെ അധ്യാപകരെയും കണ്ടാണ് ഇത് വിജയിപ്പിക്കാൻ വിചാരിച്ചത്. അതിൽ വിജയിച്ചു എന്നുള്ള കാരണം എല്ലാ സ്കൂളിലെ അധ്യാപകരും എല്ലാ സംഘടനക്കാരും രാഷ്ട്രീയ ചിന്ത ഇല്ലാതെ ഒറ്റക്കെട്ടായി. അതിൽ എടുത്തു പറയേണ്ടത് ഫുഡ് കൃത്യമായി ഒരുക്കുന്നു. അതേപോലെ കൃത്യമായി പ്രോഗ്രാം കമ്മിറ്റി 9:20 പ്രോഗ്രാം 10-11 മണിയാവും. അതുകൊണ്ട് പിന്നെ 11:30 വിളമ്പി. പക്ഷെ ഒരു വലിയൊരു ആശങ്ക പ്രോഗ്രാം കമ്മിറ്റി പറയുന്നത് ഇതുവരെ ഇല്ലാത്ത അത്രയും ഐറ്റംസ്, 350ഓളം ഇനങ്ങൾ വരുന്നു. അപ്പൊ അതുകൊണ്ട് മിക്ക വേദികളും നാളെ മുതൽ രാത്രി 12 മണി വരെ ഉണ്ടാവും. അപ്പൊ അതിന് തക്ക രീതിയിലുള്ള വോളണ്ടിയേഴ്സ്, പിന്നെ പോലീസ് വളരെ കാര്യക്ഷമമായിട്ട്, CI തന്നെ ഇവിടെ ഫുൾ ടൈം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ആശങ്ക പറ്റ മാറിയിട്ട് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുകയാണ്. കലോത്സവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയൊരു കലോത്സവത്തിന് നേതൃത്വം കൊടുക്കുന്ന ടീമിന് എല്ലാവിധ ഹൃദയാഭിവാദനങ്ങളും നമുക്ക് നേരാം. അടുത്ത 5-ാം തീയതി, 7-ാം തീയതി അല്ലെ, 7-ാം തീയതി വരെ
ഈ ടീം ഉറക്കമിളച്ച് സജീവമായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും താങ്ക് യു സർ. ഓക്കെ, റൈറ്റ്.